ചേർന്നു
ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ ഏവരെയും ഈ ക്രിസ്മസ് യൂണിറ്റ് തല ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലഭിപ്പാൻ ഞങ്ങൾ പരന്നു തിരുസവിധേ നാഥ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളോ അനുഗ്രഹിക്കൂ. നാഥ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളോ അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ
യേശുവിനെ ഉയർത്തിടുവാൻ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ആശിഷ്യമാരി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിൽ മേൽ ആശിഷ്യമാരി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിൽ മേൽ ഉണർവിൻ പരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്ന തിരുസവിധേ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ ധ്യാനിക്കുവാൻ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ ശാശ്വത ശാന്തി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിൽ മേൽ ശാശ്വത ശാന്തി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിൽ മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്ന തിരുസവിധേ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. അയൽക്കാരെ പ്രത്യേകം ക്ഷണിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിന് ശേഷം, ഒരു സന്ദേശത്തിന് ശേഷം, എല്ലാ പോയിന്റുകളും പറഞ്ഞ ആ സന്ദേശത്തിന് ശേഷം കൂടുതലായി എന്തെങ്കിലും പറയുക എന്നത് ഒരു അധിക പ്രസംഗമായി മാറില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കിട്ടിയ അവസരം വിനിയോഗിച്ചുകൊണ്ട് ചുരുക്കം ചില വാക്കുകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. 2024 വർഷങ്ങൾക്ക് മുമ്പ് ബദ്രേഹമിലെ ഒരു മലമ്പ്രദേശത്ത് മാലാഖമാർ ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇത് തന്നെയല്ലേ ക്രിസ്മസ് സന്ദേശം? ഇത് തന്നെയല്ലേ എല്ലാ ക്രിസ്മസിനും എല്ലാവരും പറയുന്നത്? ദൈവത്തെ സ്തുതിക്കുക, സന്മനസ്സുള്ള മനുഷ്യരാകുക എന്നതിനപ്പുറം മറ്റെന്താണ്? ഒരിക്കൽ 1994 തായ്ലാൻഡിൽ നടന്ന ഒരു സംഭവം വെറുതെ ഞങ്ങളുടെ മുമ്പിൽ ഓർമ്മയ്ക്കായി പറയുകയാണ്. നമ്മളിങ്ങനെ രാവിലെ പത്രം തുറന്ന് നോക്കുമ്പോൾ തായ്ലൻഡിൽ നടന്ന ഒരു ഫുട്ബോൾ ടീമിനെ കാണാതായ സംഭവമാണ് വാർത്തയായിട്ട് പത്രങ്ങളിലൂടെ വന്നത്. ഒരു ടീമും കോച്ചും ഫുട്ബോൾ കളിക്കാനായിട്ട് ടോം സുദാം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഫുട്ബോൾ മത്സരത്തിൽ ഇവർ പങ്കെടുത്തതായിട്ട് ആൾക്കാർക്കറിയാം. അവർ 4 ഗോളിന് ആ ഫുട്ബോൾ മത്സരം വിജയിച്ചതായിട്ട് അറിയാം. പക്ഷെ പിന്നീട് ആ ടീമിനെ കാണാനില്ല. എവിടെ പോയെന്ന് അറിയില്ല. പത്രങ്ങളിലൂടെ വാർത്ത വന്നു. എല്ലാ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇവരവിടെയുള്ള വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഗുഹയ്ക്കുള്ളിലൂടെ ഇങ്ങനെ കടന്നുപോയിരിക്കുകയാണ്. കടന്ന് കുറേ ദൂരങ്ങളിൽ കടന്നെത്തി 4 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയി. അപ്രതീക്ഷിതമായി മഴ പെയ്തു. ഗുഹയ്ക്കുള്ളിൽ വെള്ളം നിറഞ്ഞു. ആ വെള്ളം നിറഞ്ഞ ഫോട്ടോ ഒക്കെ നമ്മുടെ പത്രങ്ങളിലൂടെ വന്നിരുന്നു. അപ്പൊ ഈ വെള്ളം നിറഞ്ഞ ഗുഹയിലൂടെ തിരിച്ചു നടക്കാനായിട്ട് ഇവർ കഴിഞ്ഞില്ല. ഇവരുടെ അടുത്തുള്ളത് കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അവർക്ക് അതിജീവിക്കാനായിട്ട് കോച്ച് ഇവരെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. കുട്ടികൾ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മുഴുവനും. കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അതിജീവിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമ്മൾ അതിജീവിക്കണം. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഇവരുടെ കയ്യിലുള്ള ഭക്ഷണം 4 ദിവസത്തേക്ക് മാത്രമേ ഒരു കഷ്ണം വെച്ച് കഴിച്ചാലും തീരുന്ന ഭക്ഷണമേ ഇവരുടെ കയ്യിലുള്ളൂ. അങ്ങനെ 5 ദിവസം കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളും ഇടപെട്ടു. സന്നദ്ധ പ്രവർത്തകരെ അയച്ചു, രക്ഷാപ്രവർത്തകരെ അയച്ചു. എന്നിട്ടൊന്നും ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വലിയ വലിയ മോട്ടറുകൾ കൊണ്ടുവന്ന് വെച്ച് വെള്ളം അടിക്കാൻ തുടങ്ങി. ഇവർ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല. 10 ദിവസങ്ങൾ കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു. 16ാമത്തെ ദിവസം മുങ്ങൽ വിദഗ്ധര് പോയി ഇവരുടെ അടുത്ത് ഓക്സിജൻ സിലിണ്ടറുമായി ചെന്ന് ഇവരെ എല്ലാവരെയും ഒരു അപകടം. അപ്പൊ ഈ അപകടത്തിൽ ഇങ്ങനെ രക്ഷപ്പെടുത്തിയപ്പോൾ ഒരു രക്ഷാപ്രവർത്തകന് ഓക്സിജൻ സിലിണ്ടർ നഷ്ടപ്പെട്ട് അദ്ദേഹം മരിച്ചുപോയി.
ബാക്കി എല്ലാ കുട്ടികളും രക്ഷപ്പെട്ടു. ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഈ കോച്ചിനെ പോലെ സഹായം നൽകുന്ന, അതിനേക്കാൾ ഉപരിയായി സഹായം നൽകുന്ന ദൈവത്തെയല്ലേ നമ്മൾ കണ്ടുമുട്ടാനായിട്ട് കഴിയുക. നല്ലവരായി ഒരു മനുഷ്യൻ പോലും ഇല്ല. യഥാർത്ഥത്തിൽ നല്ലവരായി ആരെങ്കിലും ഉണ്ടോ? ഒരു യഥാർത്ഥ സംഭവം ഓർക്കുകയാണ്. സത്യത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു മാസ്റ്റർ ടീച്ചറും വളരെ സ്നേഹത്തോടെ ജീവിച്ചു വരുന്നു, വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരുന്നു. വളരെ വാർദ്ധക്യത്തിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടായി. അവരിങ്ങനെ ജീവിച്ചു വരുന്നതിനിടയിൽ ഈ മാസ്റ്റർ 55 വയസ്സിൽ, അന്നത്തെ കാലത്ത് 55 വയസ്സിലാണ്, 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു. റിട്ടയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് പെൻഷൻ പൈസ കിട്ടി. ഇതെല്ലാം ചേർത്ത് ഭാര്യയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. എല്ലാ പൈസയും കിട്ടട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം കാത്തിരുന്നു. അതിനുശേഷം ഇവർ കൽപ്പറ്റയ്ക്ക് പോവുകയാണ് ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി. അന്ന് എല്ലാ പൈസയായിട്ടാണ് കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നല്ല മനുഷ്യനാണ് അദ്ദേഹം, പണ്ഡിതനായ മനുഷ്യനാണ്. മാത്രമല്ല എല്ലാ സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകുന്നു. വളരെ പ്രഗത്ഭമായി, വളരെ പാണ്ഡിത്യത്തോടെ സംസാരിക്കുന്നു. ഭാര്യയോട് വളരെ സ്നേഹമാണ്. പോകുന്ന വഴിക്ക് ഒരു ബസ്സിൽ കയറിയാണ് യാത്ര ചെയ്യുന്നത്. ബാങ്കിൽ ചെന്ന് ബാഗ് തുറന്നു നോക്കുമ്പോൾ മുഴുവൻ പൈസയില്ല. 2-3 കെട്ട് നോട്ടുകൾ കാണാനില്ല. മാഷിനാകെ ബേജാറായി. എവിടെ പോയി പൈസ? കള്ളന്മാർ കൊണ്ടുപോയോ? ആര് കൊണ്ടുപോയി എന്നറിയില്ല. പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. ഈ പൈസ കിട്ടിയില്ല. ഇദ്ദേഹം ഭാര്യയെ സംശയിച്ചു. ഭാര്യയെ കുറ്റം പറഞ്ഞു, ചീത്ത പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഭാര്യ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയി. അപ്പൊ നല്ല മനുഷ്യരായിട്ട് ആരുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ നല്ല മനുഷ്യർ പാപം ചെയ്തു പോകുന്നു. ഈ പാപം ചെയ്ത മനുഷ്യനെ മോചിപ്പിക്കാനല്ലേ ഈശോ ലോകത്തിലേക്ക് വന്നതായിട്ട് നമ്മുടെ അച്ഛൻ ഇപ്പൊ പറഞ്ഞു വെച്ചത്. ഇപ്പൊ ഇങ്ങനെ പാപം ചെയ്ത മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പാദ്രപ്പിയോന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിശുദ്ധ പാദ്രപ്പിയോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പള്ളി അടച്ച്, അദ്ദേഹത്തിന് ചാപ്പലടച്ച് പുറത്തേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഒരു സന്യാസി ദേവാലയത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അദ്ദേഹം സക്കാരിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കുമ്പിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയാണ്. പള്ളി അടച്ചിരിക്കുകയാണ്. പള്ളി തുറന്ന് ഇദ്ദേഹം പറഞ്ഞു, ആ സന്യാസിയോട് ഇറങ്ങി വരാൻ പറഞ്ഞു. ചോദിച്ചു നോക്കുമ്പോൾ പറയാണ്, ഞാൻ പണ്ട് മരിച്ചുപോയ ഒരാളാണ്. ഞാനിങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഈ ജീവിച്ചിരുന്ന കാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട ആദരം കൊടുക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ വന്ന് പ്രാചീനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഈ വിശുദ്ധ കുർബാനയിലെ യഥാർത്ഥത്തിൽ യേശു സന്നിഹിതനാണോ? വിശുദ്ധ ക്ലാവിയൂസിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലാവിയൂസ് ഇങ്ങനെ പറയുന്നു, അദ്ദേഹത്തിന് 10 മക്കളുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു വക്കീലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി പോകണം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ മക്കളെ 10 പേരെ വിളിക്കുന്നു, ഭാര്യയെ വിളിക്കുന്നു. എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് പോകണം എന്നാവശ്യപ്പെടുകയാണ്. എല്ലാവരും പറഞ്ഞ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയിക്കോളൂ, ഇനി ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, പോയിക്കോളാം. അദ്ദേഹം നടന്ന് പോകുമ്പോൾ ഇദ്ദേഹത്തിന് വയറിലേക്ക് വലിയൊരു കത്തി കുത്തി ഇറക്കുന്ന പോലെ ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നീട് വിശപ്പ് തോന്നിയിട്ടില്ല. വിശുദ്ധ കുർബാന മാത്രം ജീവിച്ച് 20 വർഷത്തോളം ജീവിച്ചു എന്നും അത് ശാസനമാര് പരീക്ഷണം നടത്തി, നിരീക്ഷണങ്ങൾ നടത്തി ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു എന്നും എഴുതിയിരിക്കുന്നു. ഇങ്ങനെ പല പല കഥകളും ഈശോ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാനായിട്ടുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത്? അച്ഛനെ ഞങ്ങൾ ദൈവത്തെ സ്തുതി, ഭൂമിയിൽ സന്മാന സുലോക സമാധാനം. ഇന്നും യേശുവിനെ കാണുന്ന, അന്ന് യേശുവിനെ കണ്ടെത്തിയത്, ആദ്യമായിട്ട് യേശുവിനെ കണ്ടത് കുറച്ച് കാളകളായിരുന്നില്ലേ, കുറച്ച് മൃഗങ്ങളായിരുന്നില്ലേ? എന്താ മൃഗങ്ങൾ കാണാൻ കാരണം? പഴയ നിയമത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? കാള തന്റെ ഉടയവനെ അറിയുന്നു, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എങ്കിലും എൻ്റെ ജനം അറിയുന്നില്ല. അതെ, നമ്മൾ യേശുവിനെ അറിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഭൂമിയിൽ സന്മനസ്സുള്ള സമാധാനം. അച്ഛനെ ഞങ്ങൾ ദൈവത്തിന് സ്തുതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാ ആശംസകളും. യേശുവേ